എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇല്ല, ഗംഗ വരില്ല. ഇതൊക്കെ ചെയ്യാനല്ല ഗംഗ ഇവിടെ നിൽക്കുന്നത്. എന്താടി നീ വരില്ലേ? അങ്ങനെയാണെങ്കിൽ നിന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിച്ചു തരാം. ഞാൻ വരാം ശ്രേച്ചി. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണെങ്കിൽ നിനക്ക് ഇവിടെ താമസിക്കാം. അറിയാലോ, നാളെ മുതൽ ഞാനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നേ. ശ്രേയല്ല, ഇത് ശ്രേയയുടെ വീടും അല്ല. മാളു വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കണ്ട. മോളകത്ത് പോയി കളിച്ചോ. ഗംഗയെ ജോലിയൊക്കെ തീർത്തിട്ട് മോളുടെ റൂമിലേക്ക് വരാം. വേഗം വരണം. പെട്ടെന്ന് വരാം. മോള് ചെല്ലേ. എന്ത് കൈവശടി നീ കൊച്ചിന് കൊടുത്തത്? ഗംഗയെന്ന് വിളിക്കുമ്പോ ആ കുട്ടിപ്പിശാശിന്റെ വായിന്ന് മുത്തുപൊഴിയാണല്ലോ. അങ്ങനൊന്നും പറയില്ല ശ്രേച്ചി, മോള് പാവാ. ആണോ? എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. വാ. എന്താ ശ്രേച്ചി? നിന്റെ സൗന്ദര്യം കാണാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പെഡിക്യൂർ ചെയ്യാനാ. ശ്രേച്ചി, പെഡിക്യൂർ എന്താന്ന് എനിക്കറിയില്ല. പറച്ചില് കേട്ടാ തോന്നും പെഡിക്യൂർ അല്ലാതെ ബാക്കി എല്ലാം നിനക്ക് അറിയാന്ന്. പൊട്ടിക്കാട്ടിൽ ജനിച്ചു വളർന്ന നിനക്കൊക്കെ വല്ല വിവരം ഉണ്ടോടി? എനിക്കിതൊന്നും പരിചയമില്ലാത്തോണ്ടാ. എന്താ ചെയ്യേണ്ടെന്ന് ശ്രേച്ചി പറഞ്ഞെന്നാ ഞാൻ ചെയ്തു തരാം. ആദ്യം നീ എന്റെ നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും, എന്നിട്ട് പെഡിക്യൂർ ചെയ്യാം. റിമൂവ് ചെയ്യാനോ? എന്താ ഇനി അതും അറിയില്ലേ? അറിയാം. റിമൂവർ ദാ ആ പൗച്ചിലിരിപ്പുണ്ട്, അത് എടുത്തോണ്ടൊന്ന് റിമൂവ് ചെയ്. ആ കോട്ടൺ എടുത്തോ. ആ വൈറ്റ് ബോട്ടിൽ എടുത്തോ. ആ വെള്ള ബോട്ടിലില്ലേ അതെടുക്ക. അതും പഞ്ഞി മതി. തം ഫിഗർ ക്ലീൻ ആയില്ലല്ലോ, നേരെ ചെയ്. എനിക്ക് വേദനിക്കുന്നു, നോക്കി ചെയ്യ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ സ്ഥാനം എന്നും എന്റെ കാൽച്ചുവട്ടിലാണെന്ന്? നിന്നെ പോലുള്ളവളുമാർക്ക് ചില പണികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മര്യാദക്ക് ചെയ്താ നിനക്ക് ഈ വീട്ടില് കുറച്ചു നാള് കൂടി താമസിക്കാം. എന്താടി നോക്കി പേടിപ്പിക്കുവാണോ? നിന്റെ മുഖം കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ. മതി, ഇനി പോയി ചൂടുവെള്ളം എടുത്തിട്ട് വാ. എന്തിനാ ശ്രേച്ചി ചൂടുവെള്ളം? നിന്നെ പുഴുങ്ങി തിന്നാൻ. നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേടി? പേടിക്കൂർ ചെയ്യാൻ ചൂടുവെള്ളം വേണ്ടേ? കാല് മുക്കി വെക്കണം, പോയി എടുത്തോണ്ട് വാ. റെഡിങ് എടുത്ത്
ഒരിക്കലും സോമനസാലെ ഈ വീട്ടിൽ നിന്ന് പോവില്ല. ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നാൽ മാത്രമേ സ്വയം ഇവള് ഒഴിഞ്ഞു പോകൂ. അതിനുള്ള പണി കൊടുക്കണം. സൂക്ഷിച്ച്. എന്താണ് നീ കാണിച്ചേ? ഇവിടെ മുഴുവൻ വൃത്തികേടാക്കിയല്ലോ. സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാ ശ്രേയച്ചി. ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാം താഴെ ഇടുവല്ലേ? ലോകത്ത് ആർക്കും ഇല്ലാത്ത രീതികളാണ് നിനക്ക്. നീ എന്തിനാ ഇത്രയും ചൂടുള്ള വെള്ളം എടുത്തോണ്ട് വന്നത്? എന്റെ കാല് പൊള്ളിക്കാനല്ലേ? ഒരുപാട് ചൂടില്ലായിരുന്നു. പിന്നെ നീ ഇവിടെ കിടന്ന് വിളിച്ചു പോയത് എന്തിനാ? ദേഹത്തോട്ട് വീണപ്പോ പൊള്ളിയതുപോലെ വേദനിച്ചു. അവളെ വെണ്ണ കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നെ. ചെറിയൊരു ചൂടുവെള്ളം വീണപ്പോ ഉരുകാൻ. എവിടുന്ന് കെട്ടിയെടുത്തടി നിന്നെ? വേഗം ഈ മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കാല് വെക്കാനുള്ള ചൂടുവെള്ളം വേറെ എടുത്തോണ്ട് വാടി. നോക്കി നിൽക്കാതെ വൃത്തിയാക്കടി. എന്റെ മോള് സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ടാ എന്റെ തന്നെ കണ്ണ് തട്ടുമെന്ന് തോന്നുന്നു. അമ്മ സത്യം പറയ്, ഇതൊക്കെ എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ ഇപ്പൊ നിന്നെ കണ്ട ഒരു രാജകുമാരിയെ പോലുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചോണ്ടിരിക്കുക. അതെ, ഈ കല്യാണത്തോടെ എന്റെ അമ്മയാവും ഈ വീടിന്റെ മഹാറാണി. അതാ ഈ അമ്മയുടെ ആഗ്രഹം. ഈ കൈലാസം അടക്കി വാഴുന്ന ദേവയാനി എന്റെ കാൽ ചുവട്ടിൽ വരണം. അങ്ങനെ നമ്മൾ ഇവിടെ അനുഭവിച്ച അവഗണനയ്ക്കും അപമാനത്തിനും എല്ലാം പകരം ചെയ്യണം. എല്ലാം നടക്കും അമ്മേ. അമ്മ നോക്കിക്കോ. ഈ വിവാഹത്തോടെ കൈലാസം വീട് നമ്മുടെ കൈപ്പിടിയിലാവും. പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ ഇവിടെ എന്തും നടക്കൂ. അത് മാത്രം പോരാ, മഹിയെ നീ വരുതിയിലാക്കണം. നിനക്ക് നല്ലൊരു ജീവിതം കൂടി ഉണ്ടാവണം. അവന്റെ മനസ്സിന്ന് ആ ചത്തുപോയവളെ എന്റെ മോള് തുടച്ചു നീക്കണം. അമ്മ ധൈര്യമായിട്ടിരിക്കും. അതൊക്കെ എനിക്കറിയാം. ഞാൻ തിരിക്കുന്ന കേക്ക് അനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിരിക്കും ഇനി മഹിയേട്ടൻ. ഓ, അമ്മയുടെ ചക്കര മോളാ നീ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ ഗംഗയോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതെന്തായെന്ന് നോക്കിട്ട് വരാം. അമ്മ ചെല്ല്. എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അതോർത്ത് നിനക്ക് ഒരു പേടിയും വേണ്ട. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അമ്മ ശ്രദ്ധിച്ചോളാം. ശരിയാ, എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ശ്രേയ, ഹായ്. ഹായ്. വാവ്, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. മോളെ, ആന്റി, ഇവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. ആഹാ, നിങ്ങളെ കുറിച്ചൊക്കെ ശ്രേയ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ദേ, ഇതാണ് മഹിയേട്ടന്റെ അമ്മ, എന്റെ ദേവേന്റി. ഹായ് ആന്റി. ഹായ് ആന്റി. ഇത് മഹിയേട്ടന്റെ സിസ്റ്റർ രേഷ്മ. രേഷ്മയുടെ ഹസ്ബൻഡ് അജിത്. ഹായ്.
ഹായ്. നിങ്ങളെ കുറിച്ചൊക്കെ ശ്രേയയും പറയാറുണ്ട്. അല്ലെങ്കിലും ശ്രേയയ്ക്ക് മഹിയേട്ടനെയും വീട്ടുകാരെയൊക്കെ കുറിച്ച് പറയുമ്പോ 100 നാവാ. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. വീടിന്റെ ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ആന്റിയുടെ ഐഡിയ ആവും അല്ലേ? ഏയ്, ഇതൊക്കെ ശ്രേയമോളുടെ ഇഷ്ടത്തിന് ചെയ്തതാ. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രേയം ഇടിക്കല്ലേ. മോളെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചടങ്ങിന് ഇനി അധികം നേരമില്ലല്ലോ. ശരി ശരി ആന്റി. എങ്കിൽ നിങ്ങൾ സംസാരിക്കേ. വാ അജിത്തേട്ടാ. അല്ല, നീ ചെല്ല്, ഞാൻ ഇവരോട് കുറച്ച് സംസാരിക്കട്ടെ. അതൊക്കെ അവര് സംസാരിച്ചോളൂ. നിങ്ങൾ വന്നേ. നീ വിട്ടേ, ഞാൻ സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചതൊക്കെ മതി. അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴേ മരുമകളോട് ഭയങ്കര സ്നേഹമാണല്ലോ. എങ്ങനെ കയ്യിലെടുത്തു നീ? കയ്യിലെടുക്കാതെ പറ്റില്ലല്ലോ മക്കളെ. അല്ലെങ്കിലും ചാക്കിലാക്കാൻ നീ മിടിമിടിക്കല്ലേ. ഈ കല്യാണത്തോടെ ഈ കൊട്ടാരത്തിന്റെ മഹാറാണിയാകാൻ പോവില്ലേ നീ? അസൂയപ്പെട്ടിട്ടേ ഒരു കാര്യമില്ല. നിങ്ങള് വാ. ഇന്ന് ഈ നിമിഷം വരെ എന്നിൽ അവകാശം പറയാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നാളെ മുതൽ മനസ്സുകൊണ്ട് ഇതുവരെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയാ. അരുത് മഹിയേട്ട, ശ്രേയ ഒരിക്കലും നമ്മുടെ മോക്ക് നല്ലൊരു അമ്മയല്ല. നമ്മുടെ മാളു ഒരു കുറവുമില്ലാതെ വേണം വളരാൻ. അവൾക്ക് എന്നും താങ്ങായിട്ടൊരു അമ്മ ഉണ്ടാവണം. ഒരു പെൺകുഞ്ഞ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അമ്മയില്ലാതെ കൂടി വളരേണ്ടി വരുന്നത് അവളുടെ ഭാവിക്ക് ദോഷം ചെയ്യും. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം സ്നേഹവും കരുതലും തന്നിട്ടാ നീ ഞങ്ങളെ വിട്ടു പോയത്. അതുകൊണ്ടാ എന്റെ ഭാര്യ അവൻ ശ്രേയ അമ്മ തിരഞ്ഞെടുത്തപ്പോ ഞാൻ എതിരൊന്നും പറയാതിരുന്നത്. എനിക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, നമ്മുടെ മോൾക്കൊരു അമ്മയും മാത്രമാ. മഹിയേട്ടൻ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? നമ്മുടെ മാളവിനെ ശ്രേയ സ്നേഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ മാത്ര. മഹിയേട്ടന്റെ ഈ തീരുമാനം എന്റെ കുഞ്ഞിന്റെ സന്തോഷം എന്നേക്കുമായി ഇല്ലാതാക്കുകയുള്ളൂ. ഒരിക്കലും ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല ഗൗരി. എനിക്കെന്നും നീ കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉണ്ടാവും. പക്ഷേ ഈ മുറിയിൽ നിന്നും എനിക്ക് നിന്നെ മാറ്റേണ്ടി വരും. നാളെ മുതൽ എന്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വരുമ്പോ നീ ഇവിടെ ഉണ്ടാവുന്നത് അവൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇനി മുതൽ നിന്റെ സ്ഥാനം എന്റെ ഹൃദയത്തിൽ മാത്രമായിരിക്കും. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ വേദന നരകതുല്യമാണ് ഗൗരി. എന്റെ ജീവന്റെ ഭാഗമായി ഒന്ന് അടർത്തി മാറ്റുന്ന വേദനയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. പക്ഷെ ഈ നരകവേദന ഞാൻ അനുഭവിച്ചേ പറ്റൂ. ഇതെന്റെ വിധിയാ. നിന്റെ വസ്തുക്കൾ മാത്രമേ ഇവിടെ നിന്ന് മാറ്റാൻ കഴിയൂ. നിന്റെ ഓർമ്മകൾ എന്റെ മരണം വരെ എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. വിധികൾ
ചിത തീർക്കും സന്ധ്യേ മോള് വിഷമിക്കാതെ, അവരുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതല്ലേ. എനിക്ക് ശ്രേയ അമ്മയായിട്ട് വേണ്ട ഗംഗേ. ശ്രേയ ചേച്ചി മാളുനെ നന്നായിട്ട് നോക്കും. പിന്നെ എന്തിനാ മാള് വിഷമിക്കുന്നേ? ഇല്ല, ഗംഗ നുണ പറയുക. എനിക്കറിയാം ശ്രേയക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്ക് ശ്രേയ ഇഷ്ടമല്ല. മോൾ ഇങ്ങനെ കരഞ്ഞ അത് ഗംഗയ്ക്ക് സഹിക്കില്ല. ഗംഗയല്ലേ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ശ്രീ മഹേശ്വരൻ സാധിച്ചു തരുമെന്ന്. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ചില ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയാ. അത് നമുക്ക് ഈശ്വരൻ സാധിച്ചു തന്നൊന്നും വരില്ല. എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ശ്രീ മഹേശ്വരനോട് പറഞ്ഞു. മഹേഷ് ശ്രേയായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്. ഭഗവാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്നാ ഗംഗ പറഞ്ഞത്. മഹേഷ് ശ്രേയയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശ്രേയ ചീത്തയാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണേ ശ്രീ മഹേശ്വര. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഗംഗ പറയുന്നത് മോള് കേൾക്ക്. എല്ലാം നന്നായിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മഹയുടെ മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ, ഞാൻ മോളെ നല്ല സുന്ദരി കുട്ടിയാക്കി തരട്ടെ. എന്റെ മോള് വാ, ഗംഗയല്ലേ പറയുന്നേ. നമുക്കെല്ലാം ശരിയാക്കാം. വാ. ഒന്ന് വേഗം ചെയ്യടി. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ജോലികളുള്ളതാ. എനിക്കറിയാം, നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നുന്നുണ്ടാവും. ഞാൻ എന്തിനാ ആന്റി അസൂയപ്പെടുന്നത്? അയ്യോ പാവം, ഒന്നും അറിയില്ല. എന്റെ മോളുടെ വിവാഹം ഒരു രാജകുമാരിയെ പോലെ നടക്കുന്ന കണ്ടിട്ട് നിന്റെ മനസ്സുരുകുന്നില്ലേ? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ ഒരു യോഗം വേണം. എന്താടി നോക്കുന്നേ? ഒന്ന് ശക്തിയായിട്ട് കലക്ക്. എന്റെ മോളുടെ മുഖത്ത് പുരട്ടാനുള്ളതാ. അത് നിന്നെ തൊടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ നിനക്ക് ഇങ്ങനെയെങ്കിലും ഇതിലൊക്കെ ഒന്ന് തൊടാൻ പറ്റിക്കോട്ടെ എന്നോർത്ത് ഞാൻ ചെയ്യിക്കുന്നതാ. നിനക്ക് മനസ്സിലായില്ലല്ലോ അല്ലേ? ഈ ഹൽദി ഒന്നും നിനക്ക് ഉണ്ടാവില്ലല്ലോ. ഹൽദി പോയിട്ട് നിനക്ക് കല്യാണം ഉണ്ടാവോ? നിന്നെയൊക്കെ ആര് കെട്ടാനാ? നിന്നെ ഒന്നും കല്യാണം കഴിച്ച് വീട്ടിലിരുത്താൻ ആരും തയ്യാറാവില്ല. പിന്നെ വേലക്കാരിയാക്കാം. അതിനെ നിന്നെ കൊള്ളാവൂ. നീ വിഷമിക്കണ്ട. ഇവിടെ പന്തല് കെട്ടാൻ വരുന്ന ആരോടെങ്കിലും പറഞ്ഞ് ഞാൻ നിന്റെ വിവാഹം നടത്തിത്തരാം.
എന്താ പോരെ? ആ എന്തായാലും നീ ഇതൊക്കെ നല്ല ഭംഗിയായി കലക്കി വെക്ക്. ഞാൻ ശ്രേയമോളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവിടെ എന്റെ മോളുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാ. ഈ വിവാഹത്തോടെ മഹിയേട്ടൻ എന്നേക്കുമായി ശ്രേയച്ചിയുടേത് മാത്രമായി മാറും. ഒന്നുങ്ങ വന്നേ. വരുന്നു സീമേച്ചി.